എന്റെ ചോദ്യം വരുന്നു, കേരളത്തിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ ഗവർണറാണ് ഈ പറയപ്പെടുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രെയിനിൽ ATM സ്ഥാപിക്കുന്നു. എന്റെ ചോദ്യം വരുന്നു, പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ചിത്രം ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. അത് സംവിധാനം ചെയ്തൊരു മലയാളിയാണ്. നമ്മൾ എപ്പോഴും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താണ് അമ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അമ്മ ഹൗസ് വൈഫ് ആണെന്ന് പറയില്ലേ. അപ്പൊ ഹൗസ് വൈഫ് ആണ് എന്ന് പറയുന്ന ആ വിഭാഗക്കാർക്കും സർക്കാർ പരിഗണിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ CA അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രിലിംസ് ബേസ് ആയിട്ടുള്ള സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ PYQ സീരീസിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ്. PYQ സീരീസ് 2 ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും വിലപ്പെട്ട ഒരു 5 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഏരിയ കാണാത്തവർ എന്ത് ചെയ്യുക, അത് കണ്ടിട്ട് വരിക. അതൊരു 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് വെച്ചേക്കുക. ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ നോക്കുക. ഏറ്റവും അവസാനം നിങ്ങൾക്ക് 5-ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ നമ്മളെ ഈ പറയപ്പെടുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സും മറ്റു കാര്യങ്ങളും പോളൊക്കെ നമ്മൾ ചെയ്യുന്ന ടെലഗ്രാം ചാനലാണ്. ടെലഗ്രാം ചാനലിൻ്റെ പേരും ദ CA അനലിസ്റ്റ് തന്നെയാണ്. അത് നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ആകാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ അടുത്ത സെഗ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ചോദ്യം വായിക്കാം. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലത്തെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. ഓപ്ഷൻ A കരിവള്ളൂർ മുരളി, ഓപ്ഷൻ B മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ഓപ്ഷൻ C പുഷ്പവതി PR, ഓപ്ഷൻ D പല്ലാവൂർ അപ്പുമാരാർ. എനി ഐഡിയ? നോക്കിയേ, ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. യെസ്, വളരെ വിലപ്പെട്ട ഒരു മേഖലയാണ്. നമുക്ക് ആൻസറിലേക്ക് വരാം. ഓപ്ഷൻ B മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദേശീയ തലത്തിലുള്ള കുറേ നിയമനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് കേരള സംസ്ഥാന തലത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലത്തെ ഡയറക്ടർ ആര് എന്നാണ് ചോദ്യം. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലെ ഡയറക്ടർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സത്യൻ M ആണ് കേട്ടോ. ഡോക്ടർ സത്യൻ M. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലത്തെ ഡയറക്ടർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സത്യൻ M ആണ്. അങ്ങനെയെങ്കിൽ മലയാളം മിഷന്റെ നിലവിലത്തെ ഡയറക്ടർ ആര്? മലയാളം മിഷന്റെ നിലവിലെ ഡയറക്ടർ കവി കൂടിയായിട്ടുള്ള മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ ഡയറക്ടർ എന്നറിയപ്പെടുന്നത്. മുരുകൻ കാട്ടാക്കട. അങ്ങനെയെങ്കിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് K സച്ചിദാനന്ദനാണ്. അങ്ങനെയെങ്കിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ നമ്മൾ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. അങ്ങനെയെങ്കിൽ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആര്? കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്ത്. അപ്പൊ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്തും. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ച പറഞ്ഞമാരാണ്? അത് OS ഉണ്ണികൃഷ്ണൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സത്യൻ M ആണ്. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട അല്ലേ? മുരുകൻ കാട്ടാക്കട കവിയായ, വളരെ ശക്തമായ ഭാഷയിൽ കവിതകൾ രചിക്കുന്ന മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ ഡയറക്ടർ ആയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കേരള സാഹിത്യ അക്കാദമി ആണെങ്കിൽ K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് മുരളി ചീരോത്തും. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് OS ഉണ്ണികൃഷ്ണമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് വരുന്നത് നിലവിൽ കേരളത്തിന്റെ ഗവർണർ ആര്? നമുക്ക് എല്ലാവർക്കും അറിയാം, നിലവിൽ കേരളത്തിന്റെ ഗവർണർ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. എന്റെ ചോദ്യം വരുന്നു, കേരളത്തിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ ഗവർണറാണ് ഈ പറയപ്പെടുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആൻസർ ചെയ്യണം. 23ാമത്തെ ഗവർണർ അല്ലേ? 23ാമത്തെ ഗവർണറാണ്. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ്?
അത് ഇമ്പോർട്ടൻ്റ്. കാരണം കഴിഞ്ഞ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെ, 22ാമത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്വദേശം എവിടെയെന്ന് കേരള PS ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉത്തർപ്രദേശാണ്. എന്നാൽ ഇത് ഗോവയാണ് അല്ലെ. അപ്പോൾ നിലവിൽ കേരളത്തിന്റെ ഗവർണർ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാ? അത് ഗോവയാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ കേരള ഹൈക്കോടതിയുടെ നിലവിലത്തെ ചീഫ് ജസ്റ്റിസ് ആര് എന്നാണ് ചോദ്യം. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. എന്റെ ചോദ്യം വരുന്നു, കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിലെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ സെൻ എന്ന് ചോദിച്ചാൽ പറഞ്ഞ എത്രാമത്തെയാ? അത് 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. 40th ചീഫ് ജസ്റ്റിസ്, 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞ എവിടെയാണ്? അത് പശ്ചിമ ബംഗാളാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ്? വെസ്റ്റ് ബംഗാളാണ്. പശ്ചിമ ബംഗാളാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. പശ്ചിമ ബംഗാളാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആര്? നിലവിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞാരാ? അത് A. ജയതിലക് IAS. A. ജയതിലക് IAS വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? കേരളത്തിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് A. ജയതിലക് IAS എന്ന് ചോദിച്ചപ്പോൾ എത്രാമതാ? 50ാമത്തെ ചീഫ് ജസ്റ്റിസ് അല്ലെ. അപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിലെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഈ പറയപ്പെടുന്ന A. ജയതിലക് IAS എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആര്? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്ന എല്ലായ്പ്പോഴും അത് മുഖ്യമന്ത്രി ആയിരിക്കും. നിലവിൽ ആരാണ്? പിണറായി വിജയനാണ്. അങ്ങനെയെങ്കിൽ ഹു ഇസ് ദ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള? നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആര് എന്നാണ് ചോദ്യം. നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ എന്നറിയപ്പെടുന്നത് K. ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. K. ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിന്റെ ലോകായുക്ത ആര് എന്ന് ചോദിച്ചപ്പോൾ അത് N. അനിൽകുമാർ. അപ്പൊ നിലവിൽ കേരളത്തിന്റെ ലോകായുക്ത എന്നറിയപ്പെടുന്ന ആരാണ്? അത് N. അനിൽകുമാർ ആണ്. N. അനിൽകുമാർ ആണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. എന്റെ ചോദ്യം വരുന്നു, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ ഒരു വാർത്ത വന്നു, ഇദ്ദേഹം മാറി എന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നു. പക്ഷെ നിലവിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ എന്ത് തന്നെ കൊടുത്തേക്കുന്നത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ആണ്. മാറിയിട്ട് മീൻസ് അടുത്തൊരാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ മാറിയിട്ടില്ല. അപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ മാറിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരെ പഠിച്ചാൽ മതി? A. ഷാജഹാനെ മാത്രം എന്ത് ചെയ്താൽ മതി? അവിടെ നോക്കി വെച്ചാൽ മതിയാകും. നമുക്കത് മാറുന്ന മുറയ്ക്ക് ആ പദവിയിലേക്ക് വരുന്ന മുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? അത് പഠിക്കാം. അപ്പോൾ നിലവിൽ കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് A. ഷാജഹാൻ. അങ്ങനെയെങ്കിൽ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ജ്ഞാനേഷ് കുമാർ ആണ്. ജ്ഞാനേഷ് കുമാർ IAS ആണ് അല്ലേ. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജ്ഞാനേഷ് കുമാറും കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് A. ഷാജഹാനുമാണ്. അങ്ങനെയെങ്കിൽ ദ ചീഫ് ഇലക്ടറൽ ഓഫീസർ CEO, ദ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആര് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് രത്തൻ യു കേൽക്കർ ആണ്. അങ്ങനെയെങ്കിൽ ഹു ഇസ് ദ എന്താ പറയാ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ, മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്ന ആര്? മനുഷ്യാവകാശ കമ്മീഷന്റെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ തോമസ് ആണ്. അങ്ങനെയെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് V. ഹരി നായർ ആണ്. അപ്പോൾ നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആര് എന്ന് ചോദിച്ച പറഞ്ഞമാരാണ്? അത് V. ഹരി നായർ ആണ്. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിലെ അധ്യക്ഷ ആര്? സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് P. സതീദേവി. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലത്തെ അധ്യക്ഷ ആരെന്ന് വെച്ച പറഞ്ഞമാരാണ്? അത് P. സതീദേവിയാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ ആര്? സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് KC റോസക്കുട്ടിയാണ്. അപ്പോൾ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അല്ലേ. അപ്പൊ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ അധ്യക്ഷ ആര് എന്ന് ചോദിച്ച പറഞ്ഞമാരാണ്? അത് KC റോസക്കുട്ടിയാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് വരുന്നു, നിലവിൽ കേരളത്തിന്റെ DGP ആര്? നിലവിൽ കേരളത്തിന്റെ DGP എന്നറിയപ്പെടുന്നത് റവാഡ A. ചന്ദ്രശേഖർ ആണ്. അപ്പൊ നിലവിൽ കേരളത്തിന്റെ DGP ആര്? നിലവിൽ കേരളത്തിന്റെ DGP ആര് എന്ന് ചോദിച്ചപ്പോൾ നമ്മാരാ? അത് റവാഡ A. ചന്ദ്രശേഖർ. അങ്ങനെയെങ്കിൽ ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ, നിലവിൽ കേരളത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആക്ടിംഗ് ആണ്. ഇതിനു മുൻപ് ജസ്റ്റിസ് CK അബ്ദുൾ റഹീമാണ്
അദ്ദേഹം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഈ പറയുന്ന CK അബ്ദുൾ റഹീം മാറുന്നു, പുതിയ ആൾ വരുന്നു. നിലവിൽ PV ആഷ ആക്ടിംഗ് ആണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലത്തെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്, PV ആഷയാണ്. ആര് മാറിയ സ്ഥാനത്ത്? ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ഓഗസ്റ്റ് മാസം മാറിയ സ്ഥാനത്താണെന്ന് കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ ആര്? സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് അത് KV മനോജ് കുമാർ. അപ്പോൾ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് KV മനോജ് കുമാർ. അങ്ങനെയെങ്കിൽ സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദ്യം. സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് M ഷാജർ ആണ്. അപ്പൊ സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് M ഷാജർ ആണെന്ന കാര്യം ഓർക്കുക. കണ്ണൂരുള്ള M ഷാജർ ആണ്. അങ്ങനെയെങ്കിൽ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ഇപ്പൊ അടുത്തിടെ മാറിയതാണ്. അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് അടുത്തിടെ മാറിയതാണ് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് അത് VP സാനു ആണ്. അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാ? അത് VP സാനു ആണ്. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ കാരണക്കാരനായ മനുഷ്യൻ കേരള PSCയുടെ നിലവിലത്തെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. കേരള PSCയുടെ നിലവിലെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് MR ബൈജു ആണ്. അപ്പൊ കേരള PSCയുടെ നിലവിലത്തെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് MR ബൈജു ആണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വച്ചേക്കുക. ഓക്കെ ആണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി കിട്ടിയോടെ? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ അധികം നിയമനങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. കഴിഞ്ഞ ജൂലൈ മാസം 12 നടന്ന ഫയർമാൻ പരീക്ഷയ്ക്ക് ചോദ്യം നോക്കിയേ. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായതേത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ. റീസി ജില്ലയിലെ കൗരി ബക്കൽ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബരാമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. 4 പോയിന്റുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി ഒന്ന് ആൻസർ ചെയ്യാനെ കൊണ്ട് ശ്രമിച്ചേ. 30 സെക്കൻഡ് സമയം. 4 സ്റ്റേറ്റ്മെന്റും അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 പാലങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4 പാലം: ചെനാബ്, അഞ്ചിഗഡ്, പാമ്പൻ പാലം, അടൽ സേതു. ഈ 4 പാലങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ നിമിഷം ഡിസ്കസ് ചെയ്യും. അതിനിടയ്ക്ക് ആ പാമ്പൻ പാലത്തെക്കുറിച്ചും ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പം നമ്മൾ ഈ സെഗ്മെന്റിൽ ചെനാബും അഞ്ചിഗഡും പഠിക്കും. നോക്കാം. അപ്പം ആൻസർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി കേട്ടോ, നമുക്കിനി കണ്ടന്റ് പഠിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം. നോക്കിയേ, ചെനാബ് ബ്രിഡ്ജ്, ചെനാബ് പാലം കേൾക്കണേ നിങ്ങൾ. ചെനാബ്, യെസ്, വളരെ മനോഹരമായിട്ടുള്ള ചെനാബ് പാലത്തിന്റെ ദൃശ്യചാരുതയാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് ഒന്ന് കുത്തി കുറിക്കാൻ പോലും തോന്നുന്നില്ല. അത്ര മനോഹരമായിട്ടാണ് ആ പാലം എന്ത് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അമ്മാതിരി ഒരു വിഷ്വലാണ് ആ കാണുന്നത്. എനിക്ക് ഈ പേന ഉപയോഗിക്കാൻ പോലും തോന്നുന്നില്ല. നോക്കാം നമുക്ക്. അതാ ഈ പാലം കാണുമ്പോൾ തന്നെ ഒരു 3-4 പോയിന്റ് നമുക്ക് പിക്ചർ ചെയ്യുന്ന തന്നെ കിട്ടും. ഒന്ന് ഇതൊരു റെയിൽവേ പാലമാണ്, കണ്ടോ? ഓക്കെ, ഇതൊരു റെയിൽവേ പാലമാണ്. ഫസ്റ്റ് പോയിന്റ് റെയിൽവേ പാലമാണ്. ഇറ്റ്സ് ആൻ ആർച്ച് ഷേപ്ഡ് ബ്രിഡ്ജ് അല്ലേ? ആർച്ച് മാതൃകയിലുള്ള ഡെക്കാർച്ച് ഡിസൈൻ ആണ്. ആർച്ച് ഷേപ്ഡ് ബ്രിഡ്ജ് ആണ്, ആർച്ച് മാതൃകയിലുള്ള ഡിസൈൻ ആണ്. ഇവന്റെ ഉയരം എന്ന് പറയുന്നത്, ഇവന്റെ നല്ല ഉയരത്തിലാണ്. ഒരു നദിക്ക് കുറുകയാണ് ചെയ്യുന്നത്. സ്വാഭാവിക ചിനാബ് നദി നല്ല ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ ചെയ്യുന്നത്. നല്ല ഉയരത്തിലാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നോക്കിയേ, നമുക്ക് 3-4 പോയിന്റ് അവിടെ നിന്ന് കിട്ടും. ഇനി നോക്കണം, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം, ദ വേൾഡ്സ് ഹയസ്റ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലവും അതുപോലെ തന്നെ ആർച്ച് പാലവുമാണ് ചെനാബ് പാലം. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ ചെയ്യുന്ന
റെയിൽവേ പാലവും ഏതെന്ന് ചോദിച്ചാൽ പറഞ്ഞ ഏതാണ്? അത് ചെനാബ് പാലം. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലവും അതുപോലെ തന്നെ ആർച്ച് പാലവുമാണ് ഈ പറയപ്പെടുന്ന ചെനാബ് പാലം. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ റിയാസി, ഇതിനെ റീസി എന്നും പറയാം, റിയാസി എന്നും പറയാം. രണ്ട് പേരിലും അറിയാം. ഇവിടുത്തെ റീസി എന്നും പറയാം, റിയാസി എന്നും പറയാം. അപ്പൊ ജമ്മു കാശ്മീരിലെ റിയാസി അല്ലെങ്കിൽ റീസി ജില്ലയിലെ ഏത് നദിയാ? ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം എന്ത് ചെയ്യുന്നത്. അപ്പൊ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല, റിയാസി എന്നോ റീസി എന്ന് പറയാം. അപ്പൊ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം എന്ത് ചെയ്യുന്നത്. അപ്പൊ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചെനാബ് നദിക്ക് കുറുകെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം, ചെനാബ് ബ്രിഡ്ജ് റീസി ജില്ലയിലാണ് ചെയ്യുന്നത്, ചെനാബ് നദിക്ക് കുറുകെ. അടുത്ത പോയിന്റ്, എവിടെയാണ് ചെയ്യുന്നത്? ബാരാമുള്ള, ശ്രീനഗർ, ഉദ്ധംപൂർ റെയിൽവേ പാതയിലുള്ള കൗരി, ബക്കൽ എന്നീ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. അപ്പോൾ ബാരാമുള്ള, ശ്രീനഗർ, ഉദ്ധംപൂർ, ഓക്കെ. അല്ലെങ്കിൽ നമുക്കതിനെ ഒറ്റവാക്കിൽ പറയാം, ജമ്മു ബാരാമുള്ള ലൈൻ എന്നും വിളിക്കാം. ജമ്മു ബാരാമുള്ള ലൈൻ എന്നും എന്ത് ചെയ്യാം? വിളിക്കാം. അപ്പൊ ബാരാമുള്ള, ശ്രീനഗർ, ഉദ്ധംപൂർ അല്ലെങ്കിൽ ജമ്മു ബാരാമുള്ള ലൈനിലുള്ള കൗരി, ബക്കൽ എന്നീ രണ്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ചത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. അപ്പോൾ ഈ ഒരു ചെനാബ് പാലത്തിന്റെ ഈ ഒരു പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ചത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെക്കുക. നോക്കണേടാ, ഈ പറയുന്ന ചെനാബ് പാലത്തിൽ കൂടി ട്രെയിൻ കടന്നു പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ട്രെയിനാണ് കടന്നു പോകുന്നതെന്നും ചിന്തിക്കരുത്, അതുമാതിരി ചോദ്യങ്ങളും ചോദിക്കരുത്, എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു ട്രെയിൻ അവിടെ കൂടെ കടന്നു പോകുന്നതാണ്. എൻ്റെ ടോപ്പ് വ്യൂ ആണത്. ഈ ട്രെയിൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചോദ്യം ഓർമ്മ വന്നത്. ആ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രെയിനിൽ ATM സ്ഥാപിക്കുന്നു. എൻ്റെ ചോദ്യം വരുന്നു, ഏത് ട്രെയിനിലാണ് ATM സ്ഥാപിക്കുന്നത്? ഏത് ബാങ്കാണ് ATM സ്ഥാപിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ. യെസ്, പഞ്ചവടി എക്സ്പ്രസ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ട്രെയിനിലാണ് എന്ന് ചോദിച്ചാൽ ഏത് ട്രെയിനിലാ? അത് പഞ്ചവടിയിലാണ്. പഞ്ചവടി എക്സ്പ്രസ്. ഏത് ബാങ്കാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ചത് ഏത് ട്രെയിനിലാണ് എന്ന് ചോദിച്ചപ്പോൾ അത് പഞ്ചവടി എക്സ്പ്രസിലാണ്. ഏത് ബാങ്കാണ് ATM സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഏത് ബാങ്കാ? അത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. യെസ്, ഈ പറയുന്ന ചെനാബ് പാലം എന്ത് ഡിസൈനാണ്? നമുക്കറിയാം, ഡെക്ക് ആർച്ച് ബ്രിഡ്ജ്. എന്ത് ഡിസൈനാ? ഡെക്ക് ആർച്ച് ബ്രിഡ്ജ് ഡിസൈനാണ്. അപ്പൊ ഇവൻ എന്ത് ഡിസൈൻ ഉദാഹരണമാണ് എന്ന് ചോദിച്ചപ്പോൾ എന്ത് ഡിസൈനാ? ഡെക്ക് ആർച്ച് ബ്രിഡ്ജ് ഡിസൈൻ ഉദാഹരണമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏതാ? അത് സ്റ്റീലും അതുപോലെ തന്നെ കോൺക്രീറ്റും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചപ്പോൾ ഏതാണ്? അത് സ്റ്റീലും അതുപോലെ തന്നെ കോൺക്രീറ്റുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ. ഇനി ഇവന്റെ നീളം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 13-15 മീറ്റർ, അല്ലെങ്കിൽ പറയാം 1.315 കിലോമീറ്റർ അല്ലെ. 13-15 മീറ്റർ അല്ലെങ്കിൽ 1.315 കിലോമീറ്റർ ആണ് ഇവന്റെ നീളം എന്ന് പറയുന്നത്. ഇനി ഇവന്റെ വീതി എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് 13.5 മീറ്റർ. വീതി എത്രയാ? 13.5 മീറ്റർ. നമുക്ക് ഓർത്ത് നോക്കാൻ എളുപ്പമുണ്ട്. ഈ 13-15 കിട്ടിക്കഴിഞ്ഞാൽ 2 പോയിന്റും കിട്ടും. അപ്പോൾ 13-15 മീറ്റർ ആണ് നീളം. ഇനി ഈ 13-15 ഒന്നിനെ മാറ്റിയിട്ട് ഒരു കുത്തിട്ടിട്ട് ഒരു 5 ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് വീതി കിട്ടും. വീതി അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? അറിഞ്ഞു വെച്ചേക്കുക. ഇനി ഇവന്റെ ഉയരം, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമാണ് ചെനാബ് പാലം. നമുക്കറിയാം അവന്റെ ഉയരം 359 മീറ്റർ. എത്രയാടാ?
359 മീറ്റർ ആണ്. 359 മീറ്റർ ആണ് അവന്റെ ഉയരം എന്ന് പറയുന്നത്. 359 മീറ്റർ ആണ്. ഇവനെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് ഇവനെ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാ ഉദ്ഘാടനം ചെയ്യുന്നത്? 2025 ജൂൺ മാസം 6-ാം തീയതി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇവൻ എന്ത് ചെയ്യുന്നു? ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പൊ 2025 കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസം 6-ാം തീയതി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇവൻ എന്ത് ചെയ്യാണ്? ഉദ്ഘാടനം ചെയ്യുകയാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സെറ്റാണേ. അപ്പൊ പറയേണ്ട പോയിന്റ് ഒക്കെ ഞാനിവിടെ പറഞ്ഞു. ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. നോക്കിയേ, ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന, റിയാസി ജില്ലയിലെ കൗരി ബക്കൽ എന്നീ സ്റ്റേഷനിൽ ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ശരിയാണ്. ബാരാമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. പിന്നെ 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്ക്. ഈ 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് എന്ന നിഗമനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? എത്തിച്ചേരാം. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം, യെസ്, അഞ്ചുഗഡ് പാലത്തെ പറ്റി നമ്മൾ അറിയണം. അഞ്ചുഗഡ് പാലം നോക്കണേ നിങ്ങൾ. ചെനാബിനെ പോലെ തന്നെ മറ്റൊരു പാലമാണ് അഞ്ചുഗഡ് പാലം. എന്താ പ്രത്യേകത നോക്കിയേ. യെസ്, വളരെ മനോഹരമായിട്ടുള്ള അഞ്ചുഗഡ് പാലത്തിന്റെ ദൃശ്യചാരുതയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ ഒരു സെന്റർ ഓഫ് ആക്സിസ് ഉണ്ട്. ഇതൊരു റെയിൽവേ പാലമാണ്. നല്ല ഉയരത്തിലാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ഇവരും ചെയ്യുന്നത് നല്ല ഉയരത്തിലാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ആ സെന്റർ ഓഫ് ആക്സിൽ കുറേ കേബിളുകളാൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കേബിളുകളാൽ ബന്ധിപ്പിക്കപ്പെട്ട പാലം, കുറേ അധികം കേബിളുകളാൽ ബന്ധിപ്പിക്കപ്പെട്ട പാലമാണ് ഈ പറയപ്പെടുന്ന അഞ്ചുഗഡ് പാലം എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. നോക്കിയേ നിങ്ങൾ. യെസ്, എന്താണ് അഞ്ചുഗഡ് പാലത്തിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലവും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലവും ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലവുമാണ് അഞ്ചുഗഡ് പാലം. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് പാലം, ദ ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലവും ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലവുമാണ് അഞ്ചുഗഡ് പാലം. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലവും ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലവുമാണ് ഈ പറയപ്പെടുന്ന അഞ്ചുഗഡ് പാലം. ഇനി എവിടെയാണ് ഇവൻ സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയുടെ പോഷക നദിയായിട്ടുള്ള അഞ്ചി നദിക്ക് കുറുകെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? അപ്പൊ ജമ്മു കാശ്മീരിലെ ഏത് നദി? ചെനാബ് നദിയുടെ പോഷക നദിയായിട്ടുള്ള അഞ്ചി നദിക്ക് കുറുകെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? അപ്പൊ ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയുടെ പോഷക നദിയായിട്ടുള്ള അഞ്ചി നദിക്ക് കുറുകെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. പഠിക്കാം. ഇവനും ഏത് ലൈനിൽ തന്നെയാണ്? സെയിം ലൈൻ, ചെനാബിന്റെ അതേ ലൈനിൽ തന്നെയാണ് ജമ്മു ബാരാമുള്ള ലൈനിലെ കത്ര, റീസി എന്നീ സ്റ്റേഷനുകൾക്കിടയിലാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? അപ്പോൾ ജമ്മു ബാരാമുള്ള ലൈനിലെ കത്ര, റീസി എന്നീ സ്റ്റേഷനുകൾക്കിടയിലാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവന്റെ നീളം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം അത് 725.5 മീറ്റർ. അപ്പൊ ഇവന്റെ നീളം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ എത്രയാണ്? അത് 725.5 മീറ്റർ ആണ് ഇവന്റെ നീളം. ഇനി ഇവന്റെ ഉയരം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ എത്രയാ? 331 മീറ്റർ. 359 മീറ്റർ ആയിരുന്നു ആരുടെ ഉയരം? ചെനാബിന്റെ ഉയരം. എന്നാൽ അഞ്ചുഗഡിന്റെ ഉയരം 331 മീറ്റർ. ഇനി ചെനാബിന്റെ നീളം 13-15 മീറ്റർ ആണെങ്കിൽ അഞ്ചുഗഡിന്റെ നീളം 725.5 മീറ്റർ. 725.5 മീറ്റർ ആണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. ഇനി നോക്കണം. യെസ്, അഞ്ചുഗഡ് പാലത്തിൽ കൂടെ ട്രെയിൻ കടന്നു പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവനെ നിർമ്മിച്ചത്, ഞാൻ ചെനാബിന്റെ നിർമ്മാതാക്കളെ പറഞ്ഞില്ല. എന്താ കാരണം എന്നറിയാമോ? ചെനാബിനെ ഒരു ടീമല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ചെനാബ് ഒരു 3-4 പേര് ചേർന്നിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയാത്തത്. ഇവിടെ ഇവന്റെ നിർമ്മാതാക്കൾ ആര്? അഞ്ചുഗഡ് പാലത്തിന്റെ നിർമ്മാതാക്കൾ ആര് എന്ന് വെച്ചപ്പറമാരാണ്? അത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പൊ അഞ്ചുഗഡ് പാലത്തിന്റെ നിർമ്മാതാക്കൾ ആര്? അഞ്ചുഗഡ് പാലത്തിന്റെ നിർമ്മാതാക്കൾ ആരാണ് എന്ന് ചോദിച്ചപ്പറമാരാണ്? അത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഹിന്ദുസ്ഥാൻ
കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അഞ്ചുകട് പാലത്തിന്റെ നിർമ്മാതാക്കൾ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഈ പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ചത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ്. അപ്പൊ ഈ പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ചത് ആരാണ്? ഈ പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ചത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ്. ഇനി ഇവൻ എന്ത് തരം ഡിസൈൻ ഉദാഹരണമാണ് എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജിന് ഉദാഹരണമാണ്. അപ്പൊ ഇവൻ എന്ത് തരം ഡിസൈൻ ഉദാഹരണമാണ് എന്ന് ചോദിച്ചപ്പോൾ എന്ത് തരം ഡിസൈനാ? കേബിൾ സ്റ്റേഡ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, കേബിളുകളാൽ ബന്ധിപ്പിക്കപ്പെട്ട പാലം അല്ലേ? അപ്പൊ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജിന് ഉദാഹരണമാണ് ഇവൻ. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ സ്റ്റീലാണ്. ഇവനെ ഉദ്ഘാടനം ചെയ്തതും സെയിം ഡേറ്റ്. നിങ്ങൾ എന്നാണോ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത് അതേ ദിവസം തന്നെയാണ് അഞ്ചുകട് പാലവും എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത്. 2025 ജൂൺ മാസം 6-ാം തീയതി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അഞ്ചുകട് പാലം ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ചെനാബ് പാലവും അഞ്ചുകട് പാലവും ഉദ്ഘാടനം ചെയ്തത് സെയിം ഡേറ്റിലാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. യെസ്, പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന, രാജ്യത്തെ തന്നെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? 1961 പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. മൂന്നാമത്തെ പ്രസ്താവന, 2025 ഏപ്രിൽ മാസം 6-ന് പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. നാലാമത്തെ പ്രസ്താവന, പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട് എന്ന് പറയുന്നുണ്ട് കൃത്യമായി, ഇല്ലേ? യെസ്, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം കണ്ടന്റ് പഠിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം. നോക്കണേ നിങ്ങൾ, ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. നിങ്ങൾ രാമേശ്വരത്ത് പോയിട്ടുണ്ടോ? രാമേശ്വരത്ത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും കാണുന്ന ഒരു പാലമാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സന്ദർശിക്കുന്ന 2 സ്ഥലങ്ങളാണ് ഏത്? ഒന്ന് പാമ്പൻ പാലവും പിന്നൊന്ന് ധനുഷ്കോടിയും. ശരിയല്ലേ? രാമേശ്വരത്ത് പോയിട്ടുള്ളവർക്കറിയാം. പാമ്പൻ പാലവും അതുപോലെ തന്നെ ധനുഷ്കോടിയും. ഈ 2 സ്ഥലങ്ങളും നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? നോക്കണേ നിങ്ങൾ, ഇവിടെ ഇതാണ് നിങ്ങൾ ഈ കാണുന്നതാണ് പഴയ പാമ്പൻ പാലം. ഈ പഴയ പാമ്പൻ പാലം ഇവനെ എന്താ പറയുക, ഉദ്ഘാടനം ചെയ്തത് 1914-ലാണ്. 1914 കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ് പഴയ പാമ്പൻ പാലം ഓപ്പൺ ചെയ്യുന്നത്. എന്താ അതിൻ്റെ പ്രത്യേകത? ദ ഫസ്റ്റ് സീ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യ കടൽ പാലം. ഇന്ത്യയിലെ തന്നെ ആദ്യ കടൽ പാലം, അല്ലേ? ഇന്ത്യയിലെ തന്നെ ആദ്യ കടൽ പാലം, ദ ഫസ്റ്റ് സീ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യ കടൽ പാലമാണ്, ഇന്ത്യയിലെ തന്നെ ആദ്യ കടൽ പാലമാണ് ഈ പറയപ്പെടുന്ന പാമ്പൻ പാലം എന്ന് പറയുന്നത്. തർക്കമില്ലല്ലോ. നോക്കണേ, ഇവൻ സ്ഥിതി ചെയ്ത ഇതൊരു റെയിൽവേ പാലമാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് റെയിൽവേ പാലമാണ്. ഇവൻ സ്ഥിതി ചെയ്യുന്നത് കടലിന് നടുക്കൂടെയാണ്. എന്ത് ചെയ്യുന്നത്? കടലിലൂടെയാണ് ഇവൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ഈ ഒരു ഓപ്പണിങ് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇതൊരു ഓപ്പണിംഗ് ആണ്. അതായത് ഇവൻ ട്രെയിൻ കടന്നു പോവുകയാണ്, അല്ലേ? ട്രെയിൻ പോകാൻ വേണ്ടിയുള്ള പാലമാണ്. ഇനി കപ്പലൊന്ന് എന്ത് ചെയ്യും? ഇവിടെ നിന്നൊരു കപ്പൽ വരികയാണ്. വരികയാണെങ്കിൽ എന്ത് ചെയ്യൂടെ? ഇത് കപ്പലാണെന്ന് കരുതുക. ഓക്കെ, ഇത് കപ്പലാണെങ്കിൽ കപ്പൽ ഇങ്ങോട്ട് വരുമ്പം കപ്പൽ എന്ത് ചെയ്യും? ഇതിനെ ഇടിച്ചു പൊടിച്ചിട്ട് പോകും? ഇല്ലല്ലോ. ആ സമയത്ത് ഈ പോർഷൻ എന്ത് ചെയ്യും? ഓപ്പൺ ആവും. ഇങ്ങനെ ഇരിക്കുന്ന പോർഷൻ ഇത് ഈ രീതിക്ക് എന്ത് ചെയ്യും? ഓപ്പൺ ആവും. ഇങ്ങനെ ഇരിക്കുന്ന റെയിൽവേ പാലം ട്രെയിൻ കടന്നു പോയി കപ്പൽ വരാൻ നേരത്ത് ഈ രീതിക്ക് എന്താവും? ഓപ്പൺ ആവും. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിക്ക് ഓപ്പൺ ആവും. എന്നിട്ട് കപ്പൽ കടന്നു പോയ ശേഷം ഇവൻ പഴയ പോലെ പൂർവ്വസ്ഥയിലേക്ക് വരും. ഈ പോർഷൻ. ഓക്കെ, ഇത് മാനുവൽ ഓപ്പറേഷനാണ്. മനുഷ്യനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മുമ്പ് പഴയ പാലത്ത്, ഇത് പഴയ പാലമാണ്, ഇത് മുമ്പ് മാനുവൽ ഓപ്പറേഷനാണ്, മനുഷ്യനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു തവണ ഇതിനെ തുറക്കാൻ വേണ്ട സമയം 3/4 മണിക്കൂർ പ്രയത്നമുണ്ട്. തിരിച്ച് അടയ്ക്കാനും 3/4 മണിക്കൂർ പ്രയത്നമുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ വേണം ഇവനൊന്ന് അടച്ച് തുറക്കണമെങ്കിലുള്ള പ്രയത്നം. ഇനി ഇത് 1914 ഉണ്ടാക്കിയ പാലമാണ്. ഏകദേശം 110 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ പാലം ഉണ്ടാക്കിയ ശേഷം, ശരിയല്ലേ? അപ്പൊ ഇതിന്റെ ഏകദേശം തീരുമാനമായി. ഇതിന് സമാന്തരമായിട്ട് പാരലായിട്ട് പുതിയൊരു പാലം വരുന്നു. അതാണ് പുതിയ പാമ്പൻ പാലം. കണ്ടോ, ഈ കാണുന്നതാണ്
നിങ്ങൾ ഈ കാണുന്നതാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ്, പുതിയ പാമ്പൻ പാലം. ഈ കാണുന്നതാണ് പഴയ പാമ്പൻ പാലം. ശ്രദ്ധിച്ചോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുതിയ പാമ്പൻ പാലം ഓട്ടോമാറ്റിക്കാണ്. പഴയ പാമ്പൻ പാലത്തിന് നേരെ സമാന്തരമായിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്. ഇവൻ നോക്കിയത് ഈ പോർഷൻ കണ്ടോ നിങ്ങൾ, ഇത് റെയിൽവേ ട്രാക്കാ, ഇത് ഇവിടെ ഇരുന്നതാണത്. ഓക്കെ, കപ്പൽ വരാൻ നേരത്ത് ഇവൻ നേരെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പാലം ട്രെയിൻ കടന്നു പോയ ശേഷം കപ്പൽ വരാൻ നേരത്ത് ഇവൻ എന്ത് ചെയ്യും, വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന പാലമാണ്, ഈ പോർഷൻ മാത്രം വെർട്ടിക്കലി എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യും. എന്നിട്ട് കപ്പൽ കടന്നു പോയ ശേഷം നേരെ ഇവൻ പഴയ സ്ഥിതിയിലോട്ട് എന്ത് ചെയ്യും, വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താ പ്രത്യേകത? ദ ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യുന്ന ദ ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യുന്ന കടൽ പാലമാണ് ഈ പറയപ്പെടുന്ന പാമ്പൻ പാലം എന്ന കാര്യം ഓർക്കുക. ഇവൻ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ട്സ് ബിറ്റ്വീൻ മണ്ഡപം ടു രാമേശ്വരം. രാമേശ്വരം പട്ടണത്തെയും അതുപോലെ തന്നെ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ കണക്ട്സ് ബിറ്റ്വീൻ മണ്ഡപം ടു രാമേശ്വരം, കണക്ട്സ് ബിറ്റ്വീൻ മണ്ഡപം ടു രാമേശ്വരം. ഇവനെ ഡിസൈൻ ചെയ്ത ആര്, ഇവനെ രൂപകൽപ്പന ചെയ്ത ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. അപ്പോൾ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് ഇവന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവന്റെ നീളം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.07 കിലോമീറ്റർ ആണ്. 2.07 കിലോമീറ്റർ, 2.07 കിലോമീറ്റർ ആണ് ഇവന്റെ നീളം എന്ന് പറയുന്നത്. ഇനി ഉയരം 2.5 മീറ്റർ ഉയരവും എന്തുണ്ട് ഇവനുണ്ട്, സമുദ്രത്തിൽ നിന്നും. അപ്പോൾ ദ ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ, ദ ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ കണക്ട്സ് ബിറ്റ്വീൻ മണ്ഡപം ടു രാമേശ്വരം, ഡിസൈൻഡ് ബൈ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, ലെന്ത് 2.07 കിലോമീറ്റർ. ഇനാഗുറേഷൻ, ഇവനെ ഉദ്ഘാടനം ചെയ്തത് നമ്മളെ ചെനാബും അഞ്ചുകടും ജൂൺ മാസം 6-ാം തീയതി ആണെങ്കിൽ അതിനും 2 മാസം മുന്നേ, കൃത്യമായി പറഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 6-ാം തീയതി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇവനെ ഇനാഗുറേറ്റ് ചെയ്യുന്ന ഉദ്ഘാടനം ചെയ്യുന്നത് 2025 കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം 6-ാം തീയതി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇവൻ എന്ത് ചെയ്യാണ്, ഇനാഗുറേറ്റ് ചെയ്യാൻ, ഉദ്ഘാടനം ചെയ്യണമെന്ന കാര്യം ഓർക്കുക. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം. നോക്കിയിടാം. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ. 1, രാജ്യത്തെ തന്നെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ശരിയാണ്. 1961 പഴയ പാമ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. പൊട്ടത്തെറ്റ്. 1914 പൂർത്തിയായത്. ഫെബ്രുവരി 14 ഓപ്പൺ ചെയ്തു. 2020 ഏപ്രിലാണ് പുതിയ പാമ്പാലത്തെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചത്. ശരിയാണ്. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരം, ഞാൻ പറഞ്ഞതാണ് 2.5 മീറ്റർ ഉയരവും 2.08, ഞാൻ നിങ്ങളോട് പറഞ്ഞ് 2.07 എന്നാണ്. കുഴപ്പമില്ല, ഒരു 0.0 കൊണ്ട് വ്യത്യാസം, കുഴപ്പമൊന്നുമില്ല. 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. അപ്പോൾ പുതിയ പാലത്തിന് സമുദ്രത്തിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08, അത് 0.0 കൊണ്ട് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാണ്, കാര്യമാക്കണ്ട. ഒഫീഷ്യലി കിടക്കുന്നത് 2.07 എന്നാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ വെച്ചത്. അപ്പോൾ ഇതിൽ 3-ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. അപ്പോൾ ഏതൊക്കെയാ? 1, 3, 4. 1, 3, 4 ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും 3-ാമത്തെ സ്റ്റേറ്റ്മെന്റും 4-ാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ശരിയായത്. 1, 3, 4. സോറി എക്സ്ട്രീംലി സോറി. യെസ് 2 മാത്രമല്ല തെറ്റ്. അപ്പോൾ 1, 3, 4. 1, 3, 4. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി ഒരു പാലം കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പാലമാണ് അടൽ സേതു. എന്താണ് അടൽ സേതു എന്ന് നോക്കാം. എന്താണ് അടൽ സേതു? ശ്രദ്ധിച്ച് കേൾക്കണേടാ. അടൽ സേതു ഇന്ത്യയിലെ, ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞത് ചെനാബ് ആയിക്കോട്ടെ, അഞ്ചുഗഡ് ആയിക്കോട്ടെ, പാമ്പൻ പാലം ആയിക്കോട്ടെ, ഇത് 3ഉം റെയിൽവേ പാലങ്ങളാണ്, ശരിയല്ലേ? എന്നാൽ ഇവൻ എന്താണെന്നറിയാമോ? ഇവൻ റോഡ് പാലമാണ്. ഇവൻ റോഡ് പാലം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം അല്ലേ? അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് ഈ പറയപ്പെടുന്ന അടൽ സേതു എന്ന് പറയുന്നത്. ദ ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് ഈ പറയപ്പെടുന്ന അടൽ സേതു. ഇവന്റെ ഒഫീഷ്യൽ നെയിം, ഔദ്യോഗിക നാമം എന്ത് എന്ന് ചോദിച്ചപ്പോൾ നമ്മത് അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവശേവ അടൽ സേതു. അപ്പോൾ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവശേവ അടൽ സേതു. അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവശേവ അടൽ സേതു എന്നാണ് ഇവന്റെ ഔദ്യോഗിക നാമം. ഇവൻ അറിയപ്പെടുന്നത്, ഒരു പേരിൽ കൂടെ ഇവൻ അറിയപ്പെടുന്നുണ്ട്, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്.
മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അല്ലേ, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും ഇവൻ അറിയപ്പെടുന്നുണ്ട്. ഇവൻ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലെ ഷിവ്രിയെയും നവി മുംബൈയിലെ നവശേവയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ മുംബൈയിലെ ഷിവ്രി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെയും നവി മുംബൈയിലെ നവശേവ എന്ന സ്ഥലത്ത് തമ്മിൽ ഇവൻ ബന്ധിപ്പിക്കുന്നു. ഇവന്റെ ആകെ നീളം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് 21.8 കിലോമീറ്റർ ആണ്, 21.8 കിലോമീറ്റർ. അപ്പോൾ ഇവന്റെ ആകെ നീളം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ എത്രയാണ്? 21.8 കിലോമീറ്റർ. 21.8 കിലോമീറ്റർ ആണ് ഇവന്റെ ആകെ നീളം. ഇവന്റെ കടലിന് മുകളിലൂടെയുള്ള, നമുക്കറിയാം കടലിലും കരയിലുമായിട്ടാണ് ഇവൻ ചെയ്യുന്നത്. അപ്പോൾ കടലിന് മുകളിലൂടെയുള്ള നീളം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 16.5 കിലോമീറ്റർ ആണ്. അപ്പൊ കടലിന് മുകളിലൂടെ 16.5, ആകെ നീളം 21.8 കിലോമീറ്റർ, കടലിന് മുകളിലൂടെ നീളം 16.5 കിലോമീറ്റർ. ഇനി ഇവന്റെ വീതി 27 മീറ്റർ ആണ്. ഇവന്റെ വീതി 27 മീറ്റർ. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, അറിഞ്ഞു വെച്ചേക്കാം. ഇനി ഇവനെ ഉദ്ഘാടനം ചെയ്ത് ചെനാബും അഞ്ചുകടും 2025-ലാണെങ്കിൽ ഇവൻ 2024-ലാണ്. 2024 ജനുവരി മാസം 12-ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്കെ, അപ്പോൾ 2024 കൃത്യമായി പറഞ്ഞാൽ ജനുവരി മാസം 12-ാം തീയതി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. നോക്കണേ, ഈ കാണുന്നതാണ് അടൽ സേതു പാലത്തിന്റെ വളരെ മനോഹരമായ ദൃശ്യചാരുതയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി, യെസ്, റോഡിൽ നിന്ന് നേരെ കടലിലേക്ക്, കടലിലുമായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോവാണ്, അനന്തവജ്ഞാതം അവർണ്ണനീയം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാണ് അടൽ സേതു പാലം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4ാമത്തെ ചോദ്യം വരുന്നു. 77ാമത് കാൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമേജിൻ അസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാര് എന്നാണ് ചോദ്യം. അപ്പോൾ 77ാമത് കാനസ് ഫിലിം ഫെസ്റ്റിവൽ അറിയാമല്ലോ, കാൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പായൽ കപാഡിയ, ഓപ്ഷൻ ബി നന്ദിത ദാസ്, ഓപ്ഷൻ സി അഞ്ജലി മേനോൻ, ഓപ്ഷൻ ഡി ദീപ മേത്ത. ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ, നിങ്ങൾക്കറിയാം, ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. യെസ്, ആൻസർ ചെയ്യുന്നു കരുതുന്നു. ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ എ പായൽ കപാഡിയ. അപ്പൊ പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമേജിനസ് ലൈറ്റ് എന്ന് പറയപ്പെടുന്ന ചിത്രമാണ് 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ചിത്രം എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാര്യം പറയട്ടെ, കല എന്ന് പറയപ്പെടുന്ന മേഖലയ്ക്കകത്ത് സ്ഥിരം ചോദിക്കുന്ന ഏരിയകൾ ഞാൻ ആദ്യം പറഞ്ഞു തരാം. കല എന്ന് പറയുന്ന മേഖല നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് സിനിമാ മേഖലയാണ്. അതിനകത്ത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന 3 മേഖല. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് നാഷണൽ ഫിലിം അവാർഡ്, ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വർഷത്തെ പഠിക്കണം. രണ്ടാമതായിട്ട് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വർഷത്തെ പഠിക്കണം. മൂന്നാമതായിട്ട് പഠിക്കേണ്ടത് ഓസ്കാർ അവാർഡ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വർഷത്തെ പഠിക്കണം. ഇത് 3ഉം ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആർട്ട് എന്ന് പറയുന്ന മേഖലക്കകത്ത് പോയി കഴിഞ്ഞാൽ നാഷണൽ ഫിലിം അവാർഡ് 71ഉം 70ഉം ചെയ്തു വെച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 55ഉം 54ഉം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓസ്കാർ അവാർഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 98ാമതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്, പോയി കാണുക. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 4ാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ നടന്മാർ, വിശിഷ്യ മലയാള നടന്മാർ വിദേശ രാജ്യങ്ങളിലെ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് മികച്ച നേട്ടം കൈവരിച്ചു വന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ടൊവിനോ തോമസ്, ഇന്ദ്രൻസ്, കനീക് ശ്രുതി പോലുള്ള ആൾക്കാർ, നമ്മുടെ ബേസിൽ ജോസഫ്. അത്തരത്തിലുള്ള റെയർ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതാണ് 4ാമത്തെ റെയർ പോയിന്റ്സ്. ഇനി 5ാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് 2 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, JC ഡാനിയൽ പുരസ്കാരം, JC ഡാനിയൽ അവാർഡും അതുപോലെ തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും. ഇത് രണ്ടും, JC ഡാനിയലും ദാദാ സാഹിബ് ഫാൽക്കെയും ഞാൻ സാഹിത്യ പുരസ്കാരങ്ങൾ എന്നൊരു ടോപ്പിക്ക് മാത്രമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അവിടെ നമുക്ക് പറയാം. ഇനി ഇതിനകത്ത് വേറൊരു ഏരിയ എന്ന് പറഞ്ഞാൽ IFFIയും IFFKയും, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയും. IFFIയും IFFKയും അപൂർവങ്ങളായി മാത്രമേ ചോദിക്കാറുള്ളൂ. ഏറ്റവും കൂടുതൽ ചോദ്യം വരിക ഈ 3 മേഖലയാണ്. ഇത് വൃത്തിക്ക് ഞാൻ അവിടെ നിന്നിട്ട്
ചെയ്തിട്ടുണ്ട്. ആർട്ട് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്, പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ പായൽ കപാഡിയ. പായൽ കപാഡിയെ പറ്റി ഒരു പോയിന്റ് കൊടുക്കുക. 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ വനിത ഓർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക പുരസ്കാരം നേടിയത് ഈ പായൽ കപാഡിയാണ്. അപ്പോൾ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ വനിത ഓർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പ്രത്യേക പുരസ്കാരം നേടിയത് ഈ പായൽ കപാഡിയാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പം നമുക്ക് റെയർ ആയിട്ടുള്ള പോയിന്റ് നോക്കാം. ഇവിടെ നോക്കിയേ, 2025 ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് അവാർഡ് നേടിയത്. എന്താണ് നെറ്റ്പാക്ക് എന്നറിയണം. നെറ്റ്പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ സിനിമ എന്നാണ്. നെറ്റ്വർക്ക് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ സിനിമ എന്നാണ് നെറ്റ്പാക്കിന്റെ ഫുൾ ഫോം. അപ്പോൾ 2025 ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം നേടുന്നത് ഈ പറഞ്ഞ വിമുക്ത് എന്ന് പറയുന്ന ചിത്രമാണ്. ജിതാംഗ് സിംഗ് ഗുർജാർ സംവിധാനം ചെയ്ത വിമുക്ത്. അപ്പോൾ 2025 ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഏഷ്യൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു ഇന്ത്യൻ ചിത്രമാണത്. വിമുക്ത് എന്നാണ് ചിത്രത്തിന്റെ പേര്. അതിന് ഡയറക്ടർ ജിതാംഗ് സിംഗ് ഗുർജാർ ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കി, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളിക്ക് അഭിമാനകരമായിട്ടുള്ള സംഭവമാണ് പഠിക്കാൻ പോകുന്നത്. ഓസ്കാർ അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാപ്പുവ ന്യൂഗിനിയയുടെ ആദ്യ ചിത്രം. പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ചിത്രം ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. അത് സംവിധാനം ചെയ്തൊരു മലയാളിയാണ്. ആ മലയാളിയുടെ പേര് ഡോക്ടർ ബിജു എന്നാണ്. ആ ചിത്രത്തിന്റെ പേര് പാപ്പ ബുക്ക എന്നാണ്. ദ ഒഫീഷ്യൽ എൻട്രി ഓഫ് പാപ്പുവ ന്യൂഗിനിയ ഇൻ ഓസ്കാർ. ഏതാണ് പാപ്പ ബുക്ക? അത് ഡയറക്റ്റ് ചെയ്തൊരു മലയാളിയാണ്. അതിൻ്റെ പേര് ഡോക്ടർ ബിജു ആണ്. അവാർഡ് വിന്നിംഗ് ഡയറക്ടറാണ് ഡോക്ടർ ബിജു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത പോയിന്റ്, 2025 ഏറ്റവും മികച്ച ഏഷ്യൻ നടന് നൽകുന്ന സെപ്റ്റിമിയസ് അവാർഡ് നേടിയത്. ഈ സെപ്റ്റിമിയസ് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന് നൽകുന്ന പുരസ്കാരമാണ് സെപ്റ്റിമിയസ് അവാർഡ്. ആ സെപ്റ്റിമിയസ് അവാർഡ് 2025 ഏറ്റവും മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയത് ടൊവിനോ തോമസ് ആണ്. ചിത്രത്തിന്റെ പേര് നരിവേട്ട എന്ന സിനിമയ്ക്ക്. അപ്പൊ നരിവേട്ട സിനിമ അറിയാലോ, മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ട സിനിമ ഇറങ്ങിയത്. ആ നരിവേട്ട സിനിമയിലെ പെർഫോമൻസിന് ടൊവിനോ തോമസ് ആണ് 2025 സെപ്റ്റിമിയസ് അവാർഡ് കരസ്ഥമാക്കുന്നത്. ഈ ടൊവിനോ തോമസ് 2023 മികച്ച നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയിരുന്നു. അന്ന് ചിത്രം 2018 ആണ്. അടുത്ത പോയിന്റ്, 2024 പോർച്ചുഗൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മുടെ ടൊവിനോയാണ്. ചിത്രം അദൃശ്യജാലങ്ങൾ. നേരത്തെ പറഞ്ഞ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ടൊവിനോ തോമസ് മികച്ച നടനുള്ള പോർച്ചുഗൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ടൊവിനോ തോമസ്. ചിത്രത്തിന്റെ പേര് അദൃശ്യജാലങ്ങൾ എന്നാണ്. സംവിധാനം ഡോക്ടർ ബിജു ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അദൃശ്യജാലങ്ങൾ ചിത്രമോടെ കാണാം. ഇത് നരിവേട്ട. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പോൾ ടൊവിനോ ചെറിയ പുള്ളി അല്ല എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെയും അവസാനത്തെയും ചോദ്യമാണ്. ചോദ്യം ഇതാണ്: കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ കേരളത്തിലെ നമ്മുടെ സാധാരണ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കേരള സർക്കാർ നൽകുന്ന പെൻഷൻ എത്ര രൂപ എന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഒന്ന് ആൻസർ ചെയ്തേ. എത്ര രൂപയാണ് ഇപ്പം നിലവിൽ പെൻഷൻ? യെസ്, ആൻസർ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. 2000 രൂപയാണ് അല്ലേ? അപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിലവിൽ 2000 രൂപയാണ്. നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പദ്ധതി. കഴിഞ്ഞ PYQ സീരീസിൽ ഞാൻ കുറേ പദ്ധതികൾ പറഞ്ഞു. ഇവിടെ കേരള സർക്കാരിന്റെ ഏറ്റവും ടോപ്പായിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച, കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളായിട്ട് പ്രഖ്യാപിച്ച 2 പദ്ധതികളാണ് പറയാൻ പോകുന്നത്. ഒന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതി അല്ലേ? എന്താണ് സ്ത്രീ സുരക്ഷാ പദ്ധതി? മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള അർഹരായവർക്ക്. എങ്ങനെ അർഹത വരുന്നത്? AAY കാർഡ്, അന്ത്യോദയ അന്ന യോജന, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കാണ്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ദരിദ്രരായിട്ടുള്ള അന്ത്യോദയ അന്ന യോജന കാർഡ് ഹോൾഡേഴ്സിന്, മഞ്ഞ കാർഡ് ഉള്ളവർക്കാണ്
ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. അപ്പം 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഒരു പെൻഷനും വാങ്ങാത്ത, വേറെ സർക്കാരിൻ്റെ വേറെ ഒരു വരുമാന മാർഗ്ഗം ഇല്ലാത്ത നമ്മുടെ എന്താ പറയുക വീട്ടമ്മമാർ അല്ലേ, നമ്മളെപ്പോഴും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താണ് അമ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അമ്മ ഹൗസ് വൈഫാണെന്ന് പറയില്ലേ. അപ്പോൾ ഹൗസ് വൈഫാണ് എന്ന് പറയുന്ന ആ വിഭാഗക്കാർക്കും സർക്കാർ പരിഗണിക്കുകയാണ്. സർക്കാർ പ്രതിമാസം 1000 രൂപ അത്തരം ആൾക്കാർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. 1000 രൂപയുടെ പ്രതിമാസ ധനസഹായം കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള AAY PH എന്ന് പറഞ്ഞാൽ അന്ത്യോദയ അന്ന യോജന അതിൽ പെടാത്ത ആൾക്കാർ, ഈ മേഖലയിൽപ്പെട്ടവർ തന്നെയാണ്. PHH റേഷൻ കാർഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ ട്രാൻസ് വിമൻസിനുമാണ് ഈ പദ്ധതി പ്രകാരം എന്ത് ലഭിക്കുക, പ്രയോജനം ലഭിക്കുക എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. കണക്ട് ടു വർക്ക്. നമ്മുടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ കേരള സർക്കാർ പരിഗണിക്കുന്നു. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായമുള്ള മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. കണക്ട് ടു കേരള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് നോക്കണേ നിങ്ങൾ. ഇവിടെ 2025 വർഷം ലോഞ്ച് ചെയ്യുന്നു. മാസം 1000, പ്രതിമാസം 1000 രൂപ വെച്ച്, പ്രതിമാസം 1000 രൂപ വെച്ച് ഒരു വർഷത്തേക്ക് ലഭിക്കും. ഇവിടെ പറയുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് 18-30 വയസ്സിന് പ്രായം ഉണ്ടായിരിക്കണം. വാർഷിക വരുമാനം 5 ലക്ഷം രൂപ. മന്ത്ലി ഇൻകം വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെയുള്ളവർക്കാണ് ഇതിൻ്റെ പ്രയോജനം എന്ത് ചെയ്യുക, ലഭിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനകത്ത് ഈ വീഡിയോ കാണുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അത് ലഭിക്കുന്നുണ്ട് എന്നെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് ഒരു വർഷത്തേക്ക് 12000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. മാസം 1000 രൂപ വെച്ച് ഒരു വർഷത്തേക്ക് കിട്ടും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. അവർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. അതാണ് കണക്ട് ടു വർക്ക് സ്കീം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് 5 ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ രേഖപ്പെടുത്തുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ അയച്ചു കൊടുക്കുക. നോട്ട്സിന് വേണ്ടി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അടുത്തൊരു സെഷനുമായി കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.